ഇന്ന വ അഖവാത്തുഹ, ഇന്നയും സഹോദരിമാരും. ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല എന്നീ ഹർഫുകളാണ് ഇന്നയുടെ സഹോദരിമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹർഫുകൾ. ഇന്ന, അന്ന ഈ ഹർഫുകൾ തൗക്കീദിന്റെ ഹർഫുകളാണ്. തൗക്കീദ് എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയൽ, ശക്തമാക്കി പറയൽ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഹർഫുകളാണ് ഇന്നയും അന്നയും. കഅന്ന എന്നത് തശ്ബീഹിന്റെ അർത്ഥം കിട്ടുന്ന ഹർഫാണ്. പോലെ, ഒരു കാര്യത്തിനെ മറ്റൊരു കാര്യത്തിനെ പോലെ എന്ന് പറയാൻ വേണ്ടി, സാദൃശ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫ്. ലാക്കിന്ന എന്നത് പക്ഷേ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ലൈത്ത, ഏതെങ്കിലും ഒരു കാര്യം അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ്. ലഅല്ല, ആയേക്കാം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഹർഫാണ് ലഅല്ല. മുമ്പ് നമ്മൾ പഠിച്ച കാനയും സഹോദരിമാരും, കാന വ അഖവാത്തുഹ പോലെ തന്നെ ഇന്ന വ അഖവാത്തുഹയും മുബ്തദയിന്റെയും ഖബറിന്റെയും മുമ്പിലാണ് വരിക. കാനയും കാനയുടെ സഹോദരിമാരും മുബ്തദയിന്റെ മുമ്പിൽ വന്നാൽ മുബ്തദയിന് ഇസ്മു കാന എന്നും ഖബറിന് ഖബറു കാന എന്നുമാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇന്നയും അഖവാത്തും മുബ്തദയിനും ഖബറിനും മുമ്പിൽ വന്നാൽ മുബ്തദയിന് ഇസ്മു ഇന്ന എന്നും, അല്ലെങ്കിൽ ഇസ്മു അന്ന, ഇസ്മു കാന്ന, ഇസ്മു ലാക്കിന്ന, അങ്ങനെയും ഖബറിന് ഖബറു ഇന്ന എന്നും പറയും. ഇതിന്റെ ഇറാബ് വരുന്നത് ഇന്നയുടെ ഇസ്മിന് നസ്ബും ഇന്നയുടെ ഖബറിന് റഫ്ഉമാണ്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. അൽ ജമലു സബൂറുൻ, ഇതൊരു മുബ്തദവും ഖബറുമാണ്. അൽ ജമലു എന്നുള്ളത് മുബ്തദവും സബൂറുൻ എന്നത് ഖബറുമാണ്. ഒട്ടകം ക്ഷമയുള്ള ജീവിയാണ്. ഇവിടെ മുബ്തദയിനും ഖബറിനും ഇറാബ് റഫ് ആയതുകൊണ്ട് രണ്ടിന്റെയും അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകിയിരിക്കുന്നു. ഇനി ഈ ജുംലയിൽ ഈ മുബ്തദയിന്റെയും ഖബറിന്റെയും മുമ്പിൽ ഇന്ന വന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇന്നൽ ജമല സബൂറുൻ, തീർച്ചയായും ഒട്ടകം ക്ഷമയുള്ള ജീവിയാണ്. ഉറപ്പിച്ചു പറയാൻ വേണ്ടി തീർച്ചയായും എന്ന അർത്ഥത്തിൽ ഇന്ന ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന വന്നപ്പോൾ അൽ ജമലു എന്ന മുബ്തദ ഇസ്മു ഇന്നയായി മാറി. ഇസ്മു ഇന്നയുടെ ഇറാബ് നസ്ബാണ്. അതുകൊണ്ട് അൽ ജമലിന്റെ അവസാനത്തെ അക്ഷരമായ ലാമിന് ഫതഹ് നൽകിയിരിക്കുന്നു. അതേപോലെ സബൂറുൻ എന്നത് ഖബറായിരുന്നു നേരത്തെ. ഇന്ന വന്നപ്പോൾ അത് ഖബറു ഇന്നയായി. ഖബറു ഇന്നയുടെ ഇറാബ് റഫ് ആണ്. അതുകൊണ്ട് അവസാനത്തെ അക്ഷരമായ റാഇന് ലമ്മ് നൽകിയിരിക്കുന്നു. അടുത്ത ഉദാഹരണം, അൽ ഹരിമു ഖദീമുൻ, പിരമിഡ് പുരാതനമായതാണ്. അൽ ഹരിമു എന്നുള്ളത് മുബ്തദവും ഖദീമുൻ എന്നത് ഖബറുമാണ്. ഇന്ന ചേർന്നപ്പോൾ ഇന്നൽ ഹരിമ ഖദീമുൻ എന്നായി. തീർച്ചയായും പിരമിഡ് പുരാതനമായതാണ്. തൗക്കീദാക്കിക്കൊണ്ട് പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു. ഇവിടെ ഹരിമ് ആദ്യം മുബ്തദായിരുന്നു, ഇന്ന വന്നപ്പോൾ ഇസ്മു ഇന്നയായി. ഇസ്മു ഇന്നയുടെ ഇറാബ് നസ്ബാണ്. അതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിയിരിക്കുന്നു. ഖദീമുൻ എന്നത് ഖബറായിരുന്നു, ഇന്ന ചേർന്നപ്പോൾ ഖബറു ഇന്നയായി, ഇന്നയുടെ ഖബറായി. അപ്പോൾ ഇന്നയുടെ ഖബറിന്റെ ഇറാബ് റഫ് ആണ്. അതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ലം. അടുത്ത ഉദാഹരണം, അൽ ഇംതിഹാനു ഖരീബുൻ, പരീക്ഷ അടുത്തിരിക്കുന്നു. ഇംതിഹാൻ പരീക്ഷ, ഖരീബുൻ അടുത്തതാണ്, അടുത്തിരിക്കുന്നു മീൻസ്. അതിൽ അന്ന പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അലിംതു അന്നൽ ഇംതിഹാന ഖരീബുൻ, പരീക്ഷ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അലിംതു ഞാൻ മനസ്സിലാക്കി, അന്നൽ ഇംതിഹാന പരീക്ഷ ഖരീബുൻ അടുത്തിരിക്കുന്നതാണ് എന്ന്. അന്നയും ഇന്നയും തൗക്കീദിന്റെ ഹർഫുകളാണ്. പക്ഷെ അന്ന എവിടെ വരും, ഇന്ന എവിടെ വരും എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. അൽ ഇംതിഹാനു ഖരീബുൻ എന്നുള്ളത് മുബ്തദവും ഖബറുമായിരുന്നു. അതിന്റെ മുമ്പിൽ അന്ന വന്നപ്പോൾ അൽ ഇംതിഹാൻ എന്നത് ഇസ്മു അന്നയും ഖരീബുൻ എന്നത് ഖബറു അന്നയുമായി. ഇസ്മു അന്നയുടെ ഇറാബ് നസ്ബാണ്. അതുകൊണ്ട് ഫതഹ് നൽകിയിരിക്കുന്നു. അതേപോലെ ഖബറു അന്നയുടെ ഇറാബ് റഫ് ആണ്. അതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകിയിരിക്കുന്നു. അസ്സഹറത്തു നാദിറത്തുൻ, പൂവ് ഭംഗിയുള്ളതാണ്. യസുറുനി അന്നസ്സഹറത നാദിറത്തുൻ, പൂവ് ഭംഗിയുള്ളതാണ് എന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു. യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, അന്നസ്സഹറത പൂവ് നാദിറത്തുൻ ഭംഗിയുള്ളതാണ് എന്നത്. ഇവിടെ സഹറത്ത് എന്ന മുബ്തദ അന്ന മുമ്പിൽ വന്നപ്പോൾ ഇസ്മു അന്നയായി. നാദിറത്തുൻ എന്ന ഖബർ അന്ന മുമ്പിൽ വന്നപ്പോൾ ഖബറു അന്നയായി. ഇസ്മു അന്നക്ക് നസ്ബും ഖബറു അന്നക്ക് റഫ്ഉമാണ്. അൽ കിതാബു ഉസ്താദുൻ, പുസ്തകം അധ്യാപകനാണ്. ഇവിടെ കഅന്ന പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ കഅന്നൽ കിതാബ ഉസ്താദുൻ, പുസ്തകം അധ്യാപകനെ പോലെയാണ്.
പോലെ എന്നുള്ള അർത്ഥം കിട്ടി. അൽ കിതാബ് എന്നത് കഅന്നയുടെ ശേഷം വന്നപ്പോൾ ഇസ്മു കഅന്നയാണ്, കഅന്നയുടെ ഇസ്മാണ്. അപ്പോൾ ഇതിന്റെ ഇറാബ് നസ്ബ്. ഉസ്താദുൻ എന്നത് ഖബറു കഅന്നയാണ്. അപ്പോൾ ഇതിന്റെ ഇറാബ് റഫ്അ. അൽ ഖമറു മിസ്ബാഹുൻ, ചന്ദ്രൻ വിളക്കാണ്. കഅന്നൽ ഖമറ മിസ്ബാഹുൻ, ചന്ദ്രൻ വിളക്ക് പോലെയാണ്. കഅന്ന ഈ മുബ്തദയുടെ ഖബറിന്റെ മുമ്പിൽ പ്രവേശിച്ചിരിക്കുന്നു. അൽ ഖമർ എന്നതിപ്പോൾ കഅന്നയുടെ ഇസ്മാണ്, അതുകൊണ്ടാണ് നസ്ബ് ചെയ്തിരിക്കുന്നത് ഫതഹ് കൊണ്ട്. മിസ്ബാഹുൻ എന്നത് കഅന്നയുടെ ഖബറാണ്, അതുകൊണ്ട് റഫ് ചെയ്തിരിക്കുന്നു ലമ്മത്ത് കൊണ്ട്. അൽ ബൈത്തു ജദീദുൻ ലാക്കിന്നൽ അസാസ ഖദീമുൻ, വീട് പുതിയതാണ് പക്ഷേ ഫർണിച്ചർ പഴയതാണ്. അൽ ബൈത്തു വീട് ജദീദുൻ പുതിയതാണ്. ലാക്കിന്ന പക്ഷേ അൽ അസാസ ഫർണിച്ചർ ഖദീമുൻ പഴയതാണ്. ലാക്കിന്ന ഈ രൂപത്തിലാണ് വരിക, പക്ഷേ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഇവിടെ അൽ അസാസു ഖദീമുൻ എന്ന മുബ്തദയുടെയും ഖബറിന്റെയും മുമ്പിലാണ് ലാക്കിന്ന വന്നിരിക്കുന്നത്. അപ്പോൾ അൽ അസാസ് എന്നുള്ള മുബ്തദ ഇസ്മു ലാക്കിന്നയായി മാറി. അപ്പോൾ അതിന്റെ ഇറാബ് റഫ്ഇൽ നിന്നും നസ്ബായി മാറി. ഖദീമുൻ എന്നത് ഖബറായിരുന്നു, ഇപ്പോൾ ലാക്കിന്നയുടെ ഖബറു ലാക്കിന്നയാണ്. ഇറാബ് റഫ്അ. ശബ്ബത്തിന്നാറു ലാക്കിന്നൽ ഖസാഇറ ഖലീലത്തുൻ, തീ പടർന്നു പക്ഷേ നഷ്ടങ്ങൾ കുറവാണ്. ശബ്ബത്തിന്നാറു തീ പടർന്നു, ലാക്കിന്ന പക്ഷേ അൽ ഖസാഇറ ഖലീലത്തുൻ നഷ്ടങ്ങൾ കുറവാണ്. ലാക്കിന്ന അൽ ഖസാഇറു ഖലീലത്തുൻ എന്ന മുബ്തദയുടെയും ഖബറിന്റെയും മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ അൽ ഖസാഇർ എന്നത് ലാക്കിന്നയുടെ ഇസ്മും ഖബീലത്തുൻ എന്നത് ലാക്കിന്നയുടെ ഖബറുമായി. ഇനി അൽ ഫാക്കിഹത്തു നാളിജത്തുൻ, പഴം പഴുത്തതാണ്. ഇതൊരു മുബ്തദയും ഖബറുമാണ്. അതിന്റെ മുമ്പിൽ ലൈത്ത വന്നിരിക്കുന്നു. അപ്പോൾ ലൈത്തൽ ഫാക്കിഹത്ത നാളിജത്തുൻ, പഴം പഴുത്തതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള അർത്ഥം കിട്ടി. ലൈത്ത വന്നപ്പോൾ ഫാക്കിഹത്ത് ഇസ്മു ലൈത്തയായി. അപ്പോൾ ഇറാബ് നസ്ബാണ്. അതേപോലെ നാളിജത്തുൻ എന്നുള്ളത് ഖബറു ലൈത്തയാണ്, ഇറാബ് റഫ് ആണ്. അടുത്തത് അൽ ഖമറു ത്വാലിഉൻ, ചന്ദ്രൻ ഉദിച്ചു, ചന്ദ്രൻ ഉദിച്ചതാണ്. ലൈത്തൽ ഖമറ ത്വാലിഉൻ, ചന്ദ്രൻ ഉദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അതാണ് ലൈത്തയുടെ പ്രയോഗം. അൽ ഖമർ എന്നത് ലൈത്തയുടെ ഇസ്മും ത്വാലിഉൻ എന്നത് ലൈത്തയുടെ ഖബറുമാണ്. അൽ കിതാബു റഖീസുൻ, പുസ്തകം വില കുറഞ്ഞതാണ്, കുറഞ്ഞ വിലക്ക് കിട്ടുന്ന പുസ്തകമാണ് എന്ന അർത്ഥത്തിലുള്ള റഖീസ്. ലഅല്ലൽ കിതാബ് റഖീസ്, പുസ്തകം വില കുറഞ്ഞതായേക്കാം. ലഅല്ല ആയേക്കാം എന്നുള്ള അർത്ഥമാണ്. അൽ കിതാബ എന്നത് ലഅല്ലയുടെ ഇസ്മും റഖീസുൻ എന്നത് ലഅല്ലയുടെ ഖബറുമാണ്. അൽ മരീലു നായിമുൻ, രോഗി ഉറങ്ങുകയാണ്. ലഅല്ലൽ മരീല നായിമുൻ, രോഗി ഉറങ്ങുകയായിരിക്കാം, രോഗി ഉറങ്ങുകയായേക്കാം. അൽ മരീൽ എന്നത് ലഅല്ലയുടെ ഇസ്മും നായിമുൻ എന്നത് ലഅല്ലയുടെ ഖബറുമാണ്. അൽ ഇറാബ് ഇന്നൽ ജമല സബൂറുൻ, ഇന്ന എന്നത് ഹർഫ് തൗക്കീദിന്റെ ഹർഫാണ്. അൽ ജമല ഇസ്മു ഇന്ന, ഇന്നയുടെ ഇസ്മാണ്. മൻസൂബുൻ ബിൽ ഫതഹത്തി, ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സബൂറുൻ ഖബറു ഇന്ന, ഇന്നയുടെ ഖബറാണ് സബൂറുൻ എന്ന വാക്ക്. മർഫുഉൻ ബിൽ ലമ്മ, ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെട്ട ഇന്നയുടെ ഖബറാണ് സബൂറുൻ. അടുത്തത് കഅന്നൽ കിതാബ ഉസ്താദുൻ, കഅന്ന എന്നത് ഹർഫു തശ്ബീഹ്, തശ്ബീഹിന്റെ അർത്ഥം കിട്ടുന്ന ഹർഫാണ് കഅന്ന. മിൻ അഹ്വാത്തി ഇന്ന, ഇന്നയുടെ അഹ്വാത്തിൽപ്പെട്ടതാണ്. അൽ കിതാബ എന്നത് ഇസ്മു കഅന്ന, കഅന്നയുടെ ഇസ്മാണ്. മൻസൂബുൻ ബിൽ ഫതഹത്തി, ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട കഅന്നയുടെ ഇസ്മാണ് അൽ കിതാബ. ഉസ്താദുൻ എന്നത് ഖബറു കഅന്ന മർഫൂഉൻ ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ട് റഫ ചെയ്യപ്പെട്ട കഅന്നയുടെ ഖബറാണ്. അൽ ബൈത്തു ജദീദുൻ ലാക്കിന്നൽ അസാസ ഖദീമുൻ, അൽ ബൈത്തു എന്നത് മുബ്തദഉൻ മർഫൂഉൻ ബിൽ ലമ്മ, ലമ്മത്ത് കൊണ്ട് റഫ ചെയ്യപ്പെട്ട മുബ്തദാണ്. ജദീദുൻ എന്നത് അതിന്റെ ഖബറാണ്, മർഫൂഉൻ ബിൽ ലമ്മ. ലാക്കിന്ന എന്നത് ഹർഫു മിൻ അഹ്വാത്തി ഇന്ന, ഇന്നയുടെ അഹ്വാത്തിൽപ്പെട്ട ഒരു ഹർഫാണ്. അൽ അസാസ എന്നത് ഇസ്മു ലാക്കിന്ന, ലാക്കിന്നയുടെ ഇസ്മാണ്. മൻസൂബുൻ ബിൽ ഫതഹത്തി, ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട ലാക്കിന്നയുടെ ഇസ്മ്. ഖദീമുൻ എന്നത് ഖബറു ലാക്കിന്ന മർഫൂഉൻ ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെട്ട ലാക്കിന്നയുടെ ഖബർ. ഇതേപോലെ മറ്റു സെന്റൻസുകളുടെ ഇറാബുകൾ പറഞ്ഞു നോക്കുക, പരിശീലിക്കുക.